ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്കുള്ള യൂറോ യു എസ് ടിയിൽ നമ്മളെടുത്ത സിങ് ട്രേഡിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ഇടുന്നത്. നമ്മൾ വീക്ക്ലി അനാലിസിസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ യൂറോ യു എസ് ടിയിൽ പ്രൈസ് ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്, ബിയറിഷ് സ്ട്രക്ചറാണ്. അപ്പോൾ അവിടെ എക്സ്ട്രീം ഒബിയിലാണ് പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തത്. ഫസ്റ്റ് എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി എടുത്തൊന്ന് റിയാക്ട് ചെയ്യാൻ നോക്കി, പക്ഷേ പ്രൈസ് വീണ്ടും നമ്മുടെ എക്സ്ട്രീം ഒബിയിലേക്ക് വന്നു. ഇവിടെ നമ്മൾ പറഞ്ഞ് ചിലപ്പോൾ മന്തിൻ്റെ ഹൈ എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെല്ലെടുക്കാം. വളരെ സിമ്പിൾ എൻട്രിയാണ് നമുക്ക് അവിടെ കിട്ടിയത്. നമുക്ക് ഡേ ആകുമ്പോൾ നമുക്ക് 4 അവർ നോക്കാം, 1 അവർ നോക്കാം. നമ്മൾ 50 മിനിറ്റ് വരെ നോക്കുന്നതിന് കുഴപ്പമില്ല. 50 മിനിറ്റ് വെച്ച് റിസ്ക് ഉണ്ട്, നല്ല 50 മിനിറ്റ് നോക്കുന്നതിന് കുഴപ്പമില്ല. നമുക്ക് 4 അവറിൽ എന്ത് കൺഫർമേഷനാണ് ഇവിടെ നമുക്ക് കിട്ടിയെന്ന് നോക്കാം. 4 അവറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വേറെ ഒരു കൺഫർമേഷനൊന്നും ഇല്ല. നമുക്ക് ആകെയുള്ള നമുക്ക് ഈ ക്യാൻഡിലാണ് നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സിംഗിൾ ക്യാൻഡിൽ കാണുന്നുണ്ട് 4 അവറിൽ, അല്ലേ? ഒരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു സിംഗിൾ ക്യാൻഡിലാണ്, നല്ലൊരു സിംഗിൾ ക്യാൻഡിലാണ്. ബോഡി ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് മിറ്റിഗേഷൻ നടത്തുന്നത്. 4 അവറിൽ തന്നെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടി. നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു പ്രീവിയസ് ലോ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യുക. ഏത് ലോ നമുക്ക് ടാർഗറ്റ് ചെയ്യുക? ഈ ലോ വരെ നമുക്ക് ധൈര്യമായിട്ട് ടാർഗറ്റ് ചെയ്യുക. ഇതെല്ലാം ഇൻസൈഡ് മൂവാണ്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് തന്നെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് പ്രൈസ്. നമ്മളെപ്പോഴും വെക്കുമ്പോൾ ഇത് ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോവർ ടൈം ഫ്രെയിം പോയിട്ട് ഒരു PO ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് റിയാക്ഷൻ തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ ഇച്ചിരി പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നത് നമുക്ക് സിംഗിൾ ക്യാൻഡിലിനെ വിശ്വസിച്ച് നമുക്ക് നല്ല മൂവ്മെൻറ്റ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 1 അവറിൽ പോയിട്ട് നോക്കാം. 1 അവറിൽ നമുക്ക് എന്ത് കൺഫർമേഷനാണ് കിട്ടിയത്? 1 അവറിൽ നിന്നാണ് ഞാൻ ഈ ഒരു എൻട്രി നമ്മൾ എടുത്തിട്ടിരിക്കുന്നത്. അത് ഏകദേശം പ്രോഫിറ്റ് കിട്ടി, നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. യൂറോ യു എസ് ടിനെ സംബന്ധിച്ച് ഞാൻ ട്രേഡ് ചെയ്യാറില്ല. ഇതൊരു എന്താണെന്ന് വെച്ചാൽ മൂവ്മെൻറ്റ് കുറവാണ്. 10-25 പിപ്പൊക്കെ മൂവ്മെൻറ്റിൽ എനിക്ക് താല്പര്യമില്ല ട്രേഡ് ചെയ്യാം. അപ്പോൾ മിനിമം ഒരു 100 പിപ്പൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. അങ്ങനെ ഞാൻ ട്രേഡ് എടുത്തതാണ്. നമ്മൾ ഓൾറെഡി സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഹൈ പ്രയോറിറ്റി ട്രേഡ് വരുമ്പോൾ എടുത്തതാണ്. അപ്പോൾ നമുക്ക് നോക്കാം 1 അവറിൽ നമുക്ക് എന്താണ് ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയത്. ആദ്യം ശരിക്കും പറഞ്ഞാൽ പ്രൈസ് ഇവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതായിട്ട് പല ആൾക്കാരും പറഞ്ഞു, പക്ഷേ മിറ്റിഗേഷൻ നടന്നിട്ടില്ല. ആദ്യം നമ്മൾ എടുത്ത് ചാടരുത്. നമ്മളൊരു നല്ലൊരു കൺഫർമേഷനൊക്കെ കിട്ടി. നമ്മൾക്ക് പതിയെ ട്രേഡിലേക്ക് എന്തിനാണ് ധൃതി പിടിച്ച് ഇനി പ്രൈസ് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? ഇവിടെ ഒരു മിറ്റിഗേഷൻ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒബിയിലേക്ക് വരട്ടെ. ഒബിയിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, എന്ത് കൺഫർമേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ 4 അവറിൻ്റെ ഐഡിയം എടുത്തതാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു IFC ക്യാൻഡിലായിട്ട് എടുത്ത് നെക്സ്റ്റ് മിറ്റിഗേഷൻ നടന്ന് നിങ്ങൾക്ക് ഈ ലോ ടാർഗറ്റ് എടുക്കുക. ഇവിടെ നല്ലൊരു പ്രോഫിറ്റും കിട്ടി. നെക്സ്റ്റ് വന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഈവൻ അടിക്കുള്ളൂ. ഇവിടെ പ്രൈസ് വന്നു, കണ്ടോ? പ്രൈസ് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണ് അവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. പ്രൈസ് നമ്മുടെ ഒബിയിലേക്ക് പ്രൈസ് വന്നു. പല ആൾക്കാർ ഇതൊരു IFC ക്യാൻഡിലാണെന്നും പറഞ്ഞ് എടുത്തെന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്ന് വീവ് ചെയ്ത് നോക്കാനായിട്ടൊന്നും മനസ്സ് കാണിക്കും. ഇതൊരു IFC ക്യാൻഡിലാണോ? നമ്മുടെ സെറ്റപ്പ് വേറെ, ഇത് ഈ ബോഡിയും ഈ വിക്കും വരുമ്പോൾ IFC ക്യാൻഡിലാണോ? അല്ലല്ലോ. പിന്നെ എന്തിനാണ് അതിൽ പോയി പിടിച്ചാൽ മതി? ട്രാപ്പാണ് എല്ലാം. മറ്റുള്ളവരെടുക്കുന്ന IFC ക്യാൻഡിലല്ല, നമ്മുടെ IFC ക്യാൻഡിൽ പ്രത്യേകം ട്രാപ്പിന് അതാണ് നമ്മൾ ഷേപ്പും കാര്യങ്ങളും പറയുന്നത്. ട്രാപ്പ് നോക്കണം. അപ്പോൾ ട്രാപ്പ് നോക്കിയവരാണെങ്കിൽ ഈ ട്രാപ്പിൽ നിന്ന് എന്ത് ചെയ്യും, കിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ എൻട്രി എടുക്കാതെ മാറിയിട്ടുണ്ടാവും. അവർക്ക് അവിടെ ഒരു ലോസ് ഉണ്ടായില്ല. നെക്സ്റ്റ് ഒരു IFC ക്യാൻഡിൽ വന്നു, പക്ഷേ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ഈക്വലാണ് വന്നത്. അപ്പോൾ നമ്മൾ ഈ എൻട്രിയും എടുക്കേണ്ട ആവശ്യം നമുക്കില്ല. ഈക്വൽ വന്നിട്ട് നമുക്കൊരു കാര്യമില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റിലേക്ക് നോക്കാം. നെക്സ്റ്റ് പിന്നെ ഇവിടെ എല്ലാം ഇൻസൈഡ് ക്യാൻഡിൽ വന്നു. വീണ്ടും ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു IFC ക്യാൻഡിൽ വന്നു. നമുക്ക് ഇത് വേണമെങ്കിൽ എടുക്കാം. അടുത്ത ഇൻസൈഡ് ക്യാൻഡിലാണ് വന്നത്, അതിൻ്റെ ലോ ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ഇവിടെ നിന്ന് എൻട്രി എടുക്കുക. ഇനി നമുക്കൊരു എൻട്രി എങ്ങനെയാണ്? നമുക്ക് ഓൾറെഡി നമുക്കൊരു 4 അവറിലും അവിടെ ഒരു എന്താണ് സിംഗിൾ ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു IFC ക്യാൻഡിൽ എൻട്രിയും കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ട്രാപ്പിലൊന്നും വിടാതെ, ട്രാപ്പൊക്കെ എല്ലാം നമ്മൾ ഒഴിവാക്കി നമ്മളുടെ നല്ലൊരു സെറ്റപ്പിൽ നമ്മൾ എൻട്രിയിൽ കയറി. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ചോക്ക് വിത്ത് ഐഡിയ, ഫ്ലിപ്പ് വിത്ത് ഐഡിയ നോക്കാം. നമുക്ക് പ്രീവിയസ് ലോ വരുന്ന ഏതാ? ഈ ലോയ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അല്ലേ? നമുക്ക് എന്ത് ചെയ്യുക, അത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നോക്കിയാൽ ഞാൻ ആ ഫെയർ വാല്യൂ ഗ്യാപ്പുള്ള ഓർഡർ ബ്ലോക്ക് വരച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്, ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബോഡി ബ്രേക്ക്, ആദ്യം ബിഗ് ബ്രേക്ക് നടത്തിയ ബോഡി ബ്രേക്ക് ചെയ്തതോടെ നമുക്ക് ഫ്ലിപ്പ് വിത്ത് ഐഡിയ നോക്കാം. ഇവിടെ നമ്മൾ ഐഡിയ നോക്കിയപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയേക്കണ ഐഡിയം ഇതാ, അല്ലേ? നമുക്ക് ഈ ഒരു ഹൈ നമുക്ക് ഐഡിയമായിട്ട് എടുക്കാം. പ്രൈസ് വന്നിട്ടില്ല. ആദ്യത്തെ ഐഡിയ നമുക്ക് ഏറ്റവും ആദ്യം ഉണ്ടാക്കിയിരിക്കുന്ന ഐഡിയം ഇതാണ്. ഫസ്റ്റ് നമ്മൾ ഈ ലോയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ഐഡിയമായിട്ട് വരുന്ന ഇതാണ്. പക്ഷേ പ്രൈസ് ആ ഐഡിയം എടുക്കാൻ വേണ്ടി വന്നിട്ടില്ല. പ്രൈസ് വീണ്ടും ഈ ലോ ബ്രേക്ക് ചെയ്ത് പുതിയ ലോ കൊണ്ടുവന്നപ്പോൾ ഇതെല്ലാം ഇൻസൈഡ് ക്യാൻഡിൽസ് ആണ്. ഇത് ഈക്വൽ പോലും വന്നിട്ടില്ല, ഇതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. നോക്കുമ്പോൾ ഇങ്ങനെ വരും. നല്ല രീതിയിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഡിയ. നമുക്ക് ഐഡിയം എടുത്തു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു എക്സ്ട്രീം ഐഡിയം, ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഐഡിയം ഞാൻ വരച്ചിട്ടേക്കണം. ഇതാ ഈ ലോയ്ക്ക് ഈ ഐഡിയം ആയിരുന്നു.
എക്സ്ട്രീം ഒരു ഐഡിയയും കൂടി എടുത്തതാണ് പ്രൈസ്, അതും കൂടി എടുക്കാനുള്ള സാധ്യത ഉണ്ടാവും. എന്താ വെച്ചാൽ യൂറോ യൂസ്റ്റി ആണ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാനത് വരച്ചിട്ട്. അല്ല നമുക്കതൊന്നും വേണ്ട, നമ്മൾ നോർമൽ ആണെങ്കിൽ ഈ ലോ എടുത്തു, ഇത് ഐഡിയമാണ്, പ്രൈസ് ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു സിംഗിൾ ക്യാൻഡിൽ നമുക്ക് വേണമെങ്കിൽ കയറാം. ഞാൻ ഈ എക്സ്ട്രീമിൽ വേണമെങ്കിൽ ഡയറക്റ്റ് കയറാൻ വേണ്ടി, നിങ്ങൾക്ക് അറിയാമല്ല ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് പിന്നെ അത് നോക്കാനൊന്നും പറ്റിയില്ല, മൊബൈലിലൂടെയൊക്കെ നോക്കി. അതുകൊണ്ട് ഇതിൽ തന്നെ കയറി. പല ആൾക്കാരും അഴച്ചു തന്നതും കൂടി നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് കയറാമെന്ന് മനസ്സിലായി. ഞാൻ ഇവിടെ ഡയറക്റ്റ് എൻട്രി വെച്ചു, ഇവിടെ നിന്ന് കയറി. അല്ല നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ഒരു സിംഗിൾ ക്യാൻഡിലാന്ന് നോക്കണമെങ്കിൽ ഇത് നമുക്കൊരു സിംഗിൾ ക്യാൻഡിലായിട്ടൊക്കെ ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഇന്നലെയും ഗോൾഡിൽ നിന്ന് എൻട്രി എടുത്തതാണ്. പല ആൾക്കാരും ചേട്ടാ ഇത് മിറ്റിഗേറ്റ് ചെയ്തില്ല, നിങ്ങളുടെ സ്പ്രെഡും ഒരു 5 വിപ്പെങ്കിലും, ഒരു സിംഗ് ട്രേഡ് അല്ലേ ചെയ്യുന്നത്, ഒരു 5 വിപ്പെങ്കിലും കൂടുതൽ വിൽക്കുന്നേ. ഇത് ചിലപ്പോൾ ഇങ്ങനെ മിറ്റിഗേറ്റ് ചെയ്താൽ പോകാം. ഒരു ചെറിയൊരു ഗ്യാപ്പാണ്. കറക്റ്റ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പ്രെഡും കൂടി കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്താൽ നിങ്ങളുടെ സ്പ്രെഡ് കൂടി കയറില്ല. അപ്പോൾ വളരെ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മൾക്ക് ലാഭം കിട്ടേണ്ടതല്ലേ, കുറച്ച് കയറ്റിയൊക്കെ വെക്കുക. ടാർജറ്റൊക്കെ വെക്കുമ്പോഴാണെങ്കിലും കുറച്ച് ഇങ്ങോട്ട് കയറ്റി വെക്കുക. അപ്പോൾ പെട്ടെന്ന് ടാർജറ്റ് അടിക്കും. കറക്റ്റായിട്ട് അളന്നു മുറിച്ച് നമ്മൾ ഈ തയ്യൽക്കാരനെ പോലെ ചെയ്യരുത്. കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രേഡ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചേ നമ്മൾ ചെയ്യുള്ളൂ. ഞാൻ സ്പ്രെഡ് ഇതൊക്കെ അതിനനുസരിച്ച് ഞാൻ സെറ്റ് ചെയ്യാറില്ല. എൻ്റെ ഒരു ട്രേഡ് വന്ന് ഹിറ്റ് ചെയ്യാതെ പോകാതെ ഞാൻ നോക്കുന്നുള്ളൂ. പോയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള റീസണും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതനുസരിച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടി. ഇവിടെ നോക്കിയാൽ ഒരു എക്സ്ട്രാ കൺഫർമേഷൻ, ഇവിടെ ഓർഡർ ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു എക്സ്ട്രാ കൺഫർമേഷൻ കൂടെ നോക്കണമെങ്കിൽ ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെല്ല് നോക്കായിരുന്നു. ഇത് നമുക്ക് എവിടം വരെ ഹോൾഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ പല ആൾക്കാരും ഈ ഒരു എൻട്രിയിൽ കയറിയ സമയത്ത് 4 ഹവറിൻ്റെ OBയിൽ വന്നു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യൂലേ. 4 ഹവർ നല്ല ബുള്ളിഷല്ലേ, പ്രൈസ് നല്ല ബുള്ളിഷിലല്ലേ കയറി വന്ന, ഒരു തേങ്ങയും ഇല്ല. ഹൈ ടൈം ഫ്രെയിമിൻ്റെ റിയാക്ഷനാണ്. ഹൈ ടൈം ഫ്രെയിമിൽ നല്ല കൺഫർമേഷൻ തന്നിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി 3 എണ്ണം നോക്കിയിട്ടുണ്ട്. 4 ഹവറിൻ്റെ സിംഗിൾ ക്യാൻഡിൽ നോക്കിയിട്ടുണ്ട്, 1 ഹവർ സിംഗിൾ ക്യാൻഡിൽ, 1 ഹവർ ഫ്ലിപ്പ് വിത്ത് ഐഡിയ, ഏറ്റവും ബെസ്റ്റ് കൺഫർമേഷനാണ് എന്നെ സംബന്ധിച്ച്. അവിടെ നിന്ന് കിട്ടുമ്പോൾ ഇതൊക്കെ എല്ലാം ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്നുള്ള റിയാക്ഷൻ കൺഫർമേഷൻ കിട്ടി, പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്തു. ആ റിയാക്ഷന് ഒരു പ്രീവിയസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെയൊക്കെ വെക്കുന്നതാണ് നല്ലത്. നോക്കിക്കേ, ഇത് ബ്രേക്ക് ചെയ്ത് വരെ പോകുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഈ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ എൻട്രിയിൽ നിങ്ങൾ ഈ ഒരു ഹൈ വെച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ആ മൂവ്മെൻറ്റും പ്രോഫിറ്റ് എടുത്ത് മാറാം. ഓൾറെഡി ശരിയാണ്, പ്രൈസ് 4 ഹവറിൽ ബുള്ളിഷാ മൂവ് ചെയ്തില്ലേ, ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടല്ലേ പ്രൈസ് മൂവ് ചെയ്താൽ, ധൈര്യമായിട്ട് ആ ട്രേഡ് നിങ്ങൾക്ക് എടുത്തുകൂടായിരുന്നില്ലേ. ഇപ്പോൾ നോക്കിയേ, പ്രൈസ് നിൽക്കുന്ന പൊസിഷൻ നോക്കിക്കേ, ഈ ലോയിലേക്ക് എത്തി. പക്ഷെ നല്ല രീതിയിൽ ഞാനൊരു ഫസ്റ്റ് പ്രോഫിറ്റ് എടുത്ത് മാറിയായിരുന്നു. ഏകദേശം ഒരു 100 പിപ്സിൻ്റെ അടുത്താണ് ഞാൻ പ്രോഫിറ്റ് എടുത്ത് മാറിയത്. അപ്പോൾ ഇതെനിക്കൊരു പ്രതീക്ഷയുള്ളതാണ്, ഫസ്റ്റ് ഈ ലോ വരെയൊക്കെ പ്രൈസ് വരാം. ഞാനൊരു 0.25 കൂടി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ലോ ആയിട്ടാന്ന് തോന്നുന്നു ടാർജറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 ലോട്ടിലെടുത്തത് 100 വിപ്പ്, വളരെ സന്തോഷം. കുറേ നാളുകൾക്ക് ശേഷം യൂറോയിസ്റ്റിൽ ഒരു നല്ലൊരു സിംഗ് ട്രേഡ് കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഈ ട്രേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല നമ്മൾ ഈ വീക്ക്ലി അനാലിസിൽ പറയുന്നത് ഇതേപോലെയുള്ള നല്ല ട്രേഡുകൾ മാർക്ക് ചെയ്ത് ഇടുക. നല്ല പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിട്ടുന്ന കൺഫർമേഷനിൽ നിങ്ങൾ ധൈര്യമായിട്ട് ആ ട്രേഡിൽ കയറുക. അല്ലാതെ നിങ്ങൾ അവിടെ ചിന്തിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല, പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ തെറ്റായ ഒരു പൊസിഷനിൽ കയറാതെ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ നല്ല കൺഫർമേഷൻ എടുത്ത് മാത്രം കയറുക. അവിടെ SL ആണെങ്കിലും ബ്രേക്ക് ഈവൻ ആണെങ്കിലും TP ആണെങ്കിലും ഇത് വാലിഡ് ട്രേഡാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക.